ഹോസ്പിറ്റലിൽ പോയാൽ ആദ്യം ആസ്ക് ഫോർ എ ഹെൽത്ത് ഇൻഷുറൻസ് ഡെസ്കിലേക്ക് പോകാൻ പറയണം. അത് പോയി ഇന്ന കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഞങ്ങൾക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി ദേ വിൽ ടേക്ക് കെയർ. അത് അവരുടെ ജോലിയാണ്. കൂടുതലും ആൾക്കാർക്ക് സംഭവിക്കണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടുകാരെ ഇതിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ക്ലെയിമിൽ കൺഫ്യൂഷൻ വരുന്നത്. ഓൾവേസ് ഗോ ഫോർ എ ക്യാഷ്ലെസ്. ഇത് വീട്ടിൽ പിള്ളേരെ അടക്കം പറഞ്ഞു പഠിപ്പിക്കും. ക്യാഷ്ലെസ് ഉണ്ട് ഞങ്ങൾക്ക്, ഇതാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, കുട്ടികൾക്ക് മനസ്സിലാവാത്തതൊന്നും അല്ല. നമുക്ക് ഇത്ര ലക്ഷം രൂപയുടെ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട്. ഈ ഇൻഷുറൻസ് നമ്മൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആശുപത്രിയിലായാലും ഇതാണ് നമ്മുടെ ഫോൺ നമ്പർ. ഈ ഫോൺ നമ്പർ കൊണ്ടുപോയിട്ട് അവിടെ പറയണം ഈ കമ്പനിയുടെ ആണെന്നും പറഞ്ഞാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേറൊരു മാർഗമില്ലെങ്കിൽ മാത്രമാണ് റീഇംബേഴ്സ്മെന്റിന് പോവാവൂ. ഓൾവേസ് ഓപ്റ്റ് ഫോർ ക്യാഷ്ലെസ്. അപ്പോൾ നമ്മൾ ചോദിക്കും അതെന്താ, അതെങ്ങനെയാണ് മനസ്സിലാവുക? എല്ലാ കമ്പനീസിനും അവരുടേതായ ഹെൽത്ത് നെറ്റ്വർക്ക്, ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ് ഉണ്ട്. ആ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സിൽ മാത്രമാണ് നമ്മൾ അഡ്മിറ്റ് ആവാൻ പാടില്ല. അത് നമ്മൾ എങ്ങനെ അറിയാം? ഒന്ന്, എല്ലാ കമ്പനീസിനും അവരുടേതായ ഇൻഷുറൻസ് ആപ്പുകളുണ്ട്. അത് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് എപ്പോഴും ലോഗിൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. 2, അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിൽ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കുക ആദ്യം, ഈ കമ്പനിയുടെ ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുകയോ ഇല്ല. അവരെടുക്കും എന്ന് പറഞ്ഞാൽ ഗോ ഹെഡ്, അവരെടുക്കില്ല എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ബെസ്റ്റ് ഹോസ്പിറ്റൽ. ഇങ്ങനെയാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്.